രാവിലെ എഴുന്നേറ്റ് ഇഡ്ഡലി ഉണ്ടാക്കിയപ്പോഴാണ് ഓർത്തത് ഇഡ്ഡലിക്ക് ഒഴിക്കുവാനായിട്ട് എന്നും ഈ സാമ്പാറും ചമ്മന്തിയും ഈ തേങ്ങാ ചമ്മന്തിയും മാത്രമാണ്. എന്നാൽ വെറൈറ്റി ആയിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് കരുതി. ഇന്നിവിടെ ഇഡ്ഡലി ആട്ടോ. എന്നും നമുക്ക് ഇഡ്ഡലിയുടെ കൂടെ തേങ്ങാ ചമ്മന്തിയും സാമ്പാറാണ് ഉണ്ടാക്കാറ്. പക്ഷെ ഇന്ന് തേങ്ങയില്ല ഇവിടെ. അതിന് പകരമായിട്ട് നമുക്കിന്ന് ഒരു പ്രോട്ടീൻ റിച്ച് ആയ ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാം. ചേട്ടായി ബാ, നീ ചേട്ടായി പറഞ്ഞോ. എന്നതാ മര്യാദക്ക് പറ. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി ചമ്മന്തി നമുക്കുണ്ടാക്കാം. ഇതിനു വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് കപ്പലണ്ടിയും കുറച്ച് പൊട്ടുകടലയും നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ചെറുതായിട്ടരിഞ്ഞ ഇഞ്ചിയും ഒരു 2-3 വറ്റൽമുളകും ഒരു ചെറിയ കഷ്ണം പുളിയും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിന് ചൂടാറി കഴിയുമ്പോൾ അത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് പൊടിച്ചു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണയൊഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് ഒരു 2 വറ്റൽമുളകൊന്ന് കീറിയിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി മാത്രം ചേർത്ത് നന്നായിട്ടൊന്ന് താളിക്കാം. ഇനി നമുക്കിതിൻ്റെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം അരച്ചു വെച്ചിരിക്കുന്ന ആ ചമ്മന്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കണ്ടോ, കാണാൻ തന്നെ നല്ല രസമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ ഈ ചമ്മന്തിക്ക് അല്പം കട്ടി കൂടുതലാണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം, ഒന്ന് ലൂസാക്കി എടുക്കുവാനായിട്ട്. ഇപ്പൊ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡ്ഡലിയിലേക്ക് ഒഴിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന്. കണ്ടിട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കുഴപ്പമില്ല, സംഭവം അടിപൊളിയാട്ടോ.